നമസ്കാരം. യു.പിയിൽ ബി.ജെ.പിക്കുള്ളിൽ അസംതൃപ്തികളുടെ ചുഴലിക്കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. കിഴക്കൻ യു.പിയിലെ ജില്ലയിൽ നിന്നുള്ള 2 ഭരണകക്ഷി എം.എൽ.എമാർ ദിവസങ്ങൾക്കുള്ളിൽ ഭരണവും പോലീസും നിഷ്ക്രിയമാണെന്ന് ആരോപിച്ച് ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ പോർട്ട്ഫോളിയോ കൈവശം വെച്ചുകൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാനം നേരിട്ട് നിയന്ത്രിക്കുകയാണ് ആദിത്യനാഥ്. തങ്ങളുടെ അരക്ഷിതാവസ്ഥയെക്കുറിച്ചോ അവരുടെ ആരോപണങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചോ പരസ്യമായി സംസാരിക്കുന്നതിന് പിന്നിലെ 2 എം.എൽ.എമാരുടെ ഉദ്ദേശ്യം ചില സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയെ തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിനാശകരമായ പ്രകടനത്തെ തുടർന്ന് ബി.ജെ.പി ആഭ്യന്തര കലഹത്തിനിടയിലായതിനാൽ 2 നിയമസഭാ അംഗങ്ങളും ഭരണ സംവിധാനവും ഉൾപ്പെട്ട പുതിയ വിവാദം അതിന്റെ ഏറ്റവും മോശം സമയത്തേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. കാംബിയർഗഞ്ചിൽ നിന്നുള്ള എം.എൽ.എ ഫത്തേ ബഹദൂർ സിംഗ് അടുത്തിടെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. തനിക്ക് പിടിക്കപ്പെട്ട വധഭീഷണിയിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. തന്നെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ആദിത്യനാഥിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സിംഗ് കത്തയക്കുകയും ചെയ്തു. അവരുടെ ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻ മന്ത്രിയും 7 തവണ എം.എൽ.എയുമായിട്ടുള്ള സിംഗ് മുൻ യു.പി മുഖ്യമന്ത്രി വീർ ബഹാദൂർ സിംഗിന്റെ മകനും കൂടിയാണ്. ബി.ജെ.പി ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ മകനായ ബി.ജെ.പി പ്രവർത്തകൻ വെടിവെപ്പുകാരന് തന്നെ കൊലപ്പെടുത്താൻ കരാർ നൽകുന്നതിനായി 5 കോടി രൂപ പിരിച്ചെടുത്തതായും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുമായുള്ള ഒത്തുകളി കാരണമാണ് തന്റെ പരാതിയിൽ പോലീസ് നടപടിയെടുക്കാത്തതെന്ന് സിംഗ് പറയുകയും ചെയ്തിട്ടുണ്ട്. രാജീവ് രഞ്ജൻ ചൗധരിയാണ് സിംഗിനെ കുറിച്ച് പരാതി നൽകിയത്. അമ്മ സരോജ് ദേവി ഗോരഖ്പൂരിലെ വാർഡ് 15 നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. സിംഗ് പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തോന്നുന്നത് തന്റെ ഭീഷണിയെ തന്റെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെടുത്താമെന്നതാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോളം താൻ വിജയിച്ച് മുന്നേറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സിംഗിന്റെ ആരോപണങ്ങൾ ചൗധരി പൂർണ്ണമായും തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത്. തനിക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നത് എം.എൽ.എ ആണെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. താൻ നേരത്തെ സിംഗിനൊപ്പം പ്രവർത്തിച്ചിരുന്നുവെങ്കിലും 2023 നഗര തെരഞ്ഞെടുപ്പിൽ സിംഗിന്റെ ഭാര്യ തന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി മത്സരിച്ചത് എം.എൽ.എ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ഇരുവരും വേർപിരിയുകയായിരുന്നുവെന്നും ചൗധരി പറഞ്ഞു. സിംഗിന്റെ പരാതി ലഭിച്ചയുടനെ വിഷയം അന്വേഷിക്കാൻ 1ലധികം പോലീസ് ഏജൻസികളുമായി ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചതായി ഗോരഖ്പൂർ സീനിയർ പോലീസ് സൂപ്രണ്ട് ഗൗരവ് ഗ്രോവറും പറഞ്ഞു. വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സംശയിക്കുന്നവരെ ചോദ്യം ചെയ്യുന്നതിനും നിരീക്ഷണത്തിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും സംസ്ഥാന പോലീസിന്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ പോലും രംഗത്തിറക്കിയിട്ടുണ്ടെന്നും ഗ്രോവർ പറഞ്ഞു. സിംഗ് Y+ സുരക്ഷ ആസ്വദിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിനായി 11 പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നുവെന്നും ഗ്രോവർ പറയുകയുണ്ടായി. 6 വ്യക്തിഗത സുരക്ഷാ ഉദ്യോഗസ്ഥർ 3ഉം 8 മണിക്കൂർ ഷിഫ്റ്റുകളിലായി ജോലി ചെയ്തെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എം.എൽ.എയുടെ സുരക്ഷ കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യാറുണ്ടെന്നും അന്വേഷണത്തിൽ എന്തെങ്കിലും പ്രധാന വസ്തുതകൾ വന്നാൽ ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും SSP പറഞ്ഞു. ചൗധരിയുടെ അമ്മ സരോജ് ദേവി പറഞ്ഞ സുരക്ഷാ പ്രശ്നങ്ങളിലും പോലീസ് നടപടിയെടുത്തിട്ടുണ്ടെന്നും ഓഫീസ് പറയുകയുണ്ടായി. 1ലധികം ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ഗോരഖ്പൂർ കൃഷ്ണ കരുണേഷും പറയുകയുണ്ടായി. നിഷാദിന്റെ ആരോപണങ്ങളിൽ ഗോരഖ്പൂർ പോലീസ് ഇപ്പോൾ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിഷാദിന്റെ സുരക്ഷയുടെ നിലവിലെ കാഴ്ചപ്പാടിൽ ഒരു അധിക ഗാർഡ് ഉൾപ്പെടെ 2 ഗാർഡുകളെ അനുവദിച്ചതായും ജില്ലാ പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിഷാദിന്റെ സുരക്ഷ കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യാറുണ്ടെന്നും പോലീസ് പറഞ്ഞു.